വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന് മുമ്പ് ആ റമദാനിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറായിരിക്കേണ്ടതുണ്ട്. ആ തയ്യാറാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ആ റമദാനിലെ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ രൂപങ്ങളിൽ അനുഷ്ഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുക എന്നുള്ളതാണ്. അതല്ലാത്തതായ പല ഒരുക്കങ്ങളും എല്ലാവരും ചെയ്യാറുണ്ട്. ഒരു മാസത്തേക്ക് നോമ്പ് തുറക്ക് വേണ്ട സാധനങ്ങൾ നേരത്തെ കൂട്ടി വാങ്ങി വെക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, ആ നോമ്പിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം റമദാനിലെ നോമ്പ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ്. ഏതൊരു കാര്യം ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ ആ അമലിൻ്റെ ഇൽമ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും ദീനി വിജ്ഞാനം നേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചത്, ഏതൊക്കെ കർമ്മങ്ങളാണോ ഒരടിമക്ക് നിർബന്ധമാകുന്നത് ആ കർമ്മത്തെക്കുറിച്ച് അവൻ പഠിക്കലും നിർബന്ധമാണ്. അവന് ഏറ്റവും നിർബന്ധമായ അറിവ് അഖീദയാണ്, അവൻ്റെ തൗഹീദിനെ കുറിച്ചാണ്. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി, റബ്ബേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് ഉദുർ പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവൻ പഠിച്ചിരിക്കണം. അല്ലാഹു തആല ഖുർആനിലൂടെ അവനോട് ആവശ്യപ്പെട്ട അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അവൻ പഠിച്ചിരിക്കേണ്ടതുണ്ട്. പിന്നീട് നിസ്കാരത്തെക്കുറിച്ച്, റബ്ബേ എനിക്ക് നിസ്കരിക്കാൻ അറിയില്ലായിരുന്നു, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എനിക്കറിയില്ലായിരുന്നു എന്നൊരാൾക്ക് അള്ളാഹുവിനോട് ഉദുർ പറയാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു നിനക്ക് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കലും നിനക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നീയാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, സാമ്പത്തികമായി അള്ളാഹു തആല അനുഗ്രഹിച്ചവർ സകാത്തിനെ കുറിച്ച് പഠിക്കലും, അതുപോലെ നോമ്പെടുക്കാൻ സാധിക്കുന്ന ആളുകൾ മുഴുവൻ നോമ്പിനെ കുറിച്ച് പഠിക്കലും, ഇതൊക്കെ അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതേക്കുറിച്ച് പഠിക്കലും നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ റമദാൻ വരെയുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പിൻ്റെ അഹ്കാമുകളാണ് ചർച്ച ചെയ്യുന്നത്. അഹ്കാമുസ് സിയാമാണ്. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ പ്രസിദ്ധമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുള്ളയുടെ മൻഹജുസ് സാലിക്കീൻ വ തൗദീഹുൽ ഫിഖ്ഹി ഫിദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഫിഖ്ഹിൻ്റെ ആദ്യ അധ്യായം മുതൽ അവസാനം വരെ വളരെ ഹ്രസ്വമായി അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹം അത് കൊടുത്തത് കാണാൻ സാധിക്കും. അതിൽ കിതാബുസ് സിയാമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ കിതാബിൽ നിന്നും പഠിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായി ഗ്രന്ഥകാരനെ കുറിച്ച് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ, സഹോദരങ്ങളെ, വളരെ വലിയ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഇമാം എന്ന് വിശേഷിപ്പിക്കാൻ യോഗ്യതയുള്ള മഹാനായ പണ്ഡിതനാണ്. ഹിജ്റ 1307 ഏകദേശം നമ്മുടെ വർഷപ്രകാരം 1889 ജനിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഉനൈസയിലാണ്, ഖസീം എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ, ഇന്നത്തെ സൗദി അറേബ്യയിലെ ഖസീം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉനൈസയിലാണ് അദ്ദേഹം ജനിച്ചത്. യതീമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത് എന്ന് കാണാൻ സാധിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം 11 വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി. പിന്നീട് തുടർന്ന് അവിടെയുള്ള പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോകുന്നതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്ന് ഇൽമ് കരസ്ഥമാക്കുകയും വലിയ പണ്ഡിതനായി തീരുകയും ചെയ്തു. ഏകദേശം 23-ാം വയസ്സിൽ തന്നെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാറിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അഥവാ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് വളരെ വിശദമായി മുമ്പ് നിങ്ങളിവിടെ കേട്ടിട്ടുള്ളതാണ്, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം തന്നെ മതി ഇമാം നാസിർ സഅദി റഹിമഹുല്ലയുടെ
ആ വലുപ്പം മനസ്സിലാക്കാൻ ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന ഒരൊറ്റ ശിഷ്യൻ തന്നെ മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. വലിയ ശ്രേഷ്ഠത സഹോദരങ്ങളെ പണ്ഡിതന്മാർക്ക് ലഭിക്കുന്നത് അവരുടെ ഇത്തരം വിദ്യാർത്ഥികളിലൂടെയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ മുത്തഫന്നീനാണ്. അദ്ദേഹം വ്യത്യസ്ത ഫന്നുകളിൽ, വ്യത്യസ്ത ശാഖകളിൽ അദ്ദേഹത്തിന് സംഭാവനകളുണ്ട്. അതിലേറ്റവും അറിയപ്പെട്ടത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകുക അദ്ദേഹത്തിൻ്റെ തഫ്സീറാണ്. തഫ്സീറു സഅദി എന്ന പേരിൽ വളരെ മനോഹരമായ ചുരുങ്ങിയ വാക്കുകളിൽ ഖുർആൻ 30 ജുസ്ഇനും അദ്ദേഹം വിശദീകരണം എഴുതിയത് കാണാൻ സാധിക്കും. അതുപോലെ ഫിഖ്ഹിലും ഹദീസിലുമൊക്കെ അദ്ദേഹത്തിന് സഹോദരങ്ങളെ മഹത്തരമായ സംഭാവനകൾ ഉണ്ട്. 69 വയസ്സാണ് അദ്ദേഹം മരിക്കുമ്പോൾ. പ്രായം ഹിജറ 1376 അഥവാ 1956 ആ വർഷത്തിലാണ് സഹോദരങ്ങളെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കൾക്കെല്ലാം അള്ളാഹു തആല കരുണ ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ദീൻ പഠിക്കാനും ദീൻ പ്രചരിപ്പിക്കാനും അത് അമലാക്കാനും ഒക്കെ അള്ളാഹു തആല അവസരം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ വായിക്കുന്നത് മൻഹജുസ് സാലിക്കീനിലെ കിതാബുസ്സിയാം. നമുക്ക് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഓരോ അധ്യായത്തിന് കിതാബ് എന്നാണ് പേരിടാറുള്ളത്. നമ്മൾ പൊതുവെ കിതാബ് എന്ന് കാണുമ്പോൾ ഒരു മുഴുവൻ കിതാബിനെയാണ് മനസ്സിലാക്കാറുള്ളത്. അല്ല, അധ്യായങ്ങൾക്ക് കിതാബ് എന്ന് ഫിഖിൻ്റെ അവർ സാങ്കേതികമായി പറയാറുണ്ട്. ഇപ്പോൾ കിതാബ് എന്ന് പറയുന്ന വാക്കിനർത്ഥം നമ്മൾ പുസ്തകം എന്ന് പറയും. യഥാർത്ഥത്തിൽ കതബ എന്ന് പറയുന്ന വാക്കിന് നമുക്കൊക്കെ അറിയുക എഴുതി എന്നുള്ള വാക്കാണ്, അർത്ഥമാണ്. അതോടൊപ്പം തന്നെ ജമഅ, ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥവും ഇതിനുണ്ട് എന്നാണ്. ഇപ്പം കിതാബ് എന്ന് പറയുന്നത് ഒരുപാട് മസ്അലകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു കാര്യമാണ്. ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒരു കാര്യത്തിനാണ് കിതാബ് എന്ന് പറയുന്നത്. ഇവിടെ കിതാബു സിയാം എന്ന് പറഞ്ഞാൽ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ ഒരുമിച്ച് കൂട്ടിയ അധ്യായം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബു സിയാം എന്ന് പറഞ്ഞാൽ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ ഇതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് സിയാം എന്നുള്ളതാണ്. കിതാബു അസിയാം, സിയാം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമുക്കറിയാം, നോമ്പ് നമ്മൾ പറയാറുണ്ട്. ഭാഷാപരമായി ആ സിയാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഇംസാക്ക് എന്നാണ്, പിടിക്കുക എന്നുള്ളതാണ്. പിടിക്കുക, അതിനാണ് ഇംസാക്ക് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചതിനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പോൾ നമ്മൾ പറയും ഖൈലുൻ മുംസിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈലുൻ സിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെക്കപ്പെട്ട ഒരു കഴുതക്ക് ഖൈലുൻ സിയാം എന്ന് പറയും. അപ്പോൾ സിയാം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എന്നതിൻ്റെ അർത്ഥമുണ്ട്. എന്നാൽ ശർഈ ആയൊരു അർത്ഥം ഉണ്ടാകും. ഏതൊരു വാക്കിനും ഭാഷാപരമായും ശർഈ ആയൊരു അർത്ഥം ഉണ്ടാകും. അഥവാ നമ്മുടെ ഫിഖഹിൻ്റെ ഇസ്തിലാഹിൽ അല്ലെങ്കിൽ ദീനിൻ്റെ ഇസ്തിലാഹിൽ നമ്മൾ പറയുന്നത് എന്താണ്? നോമ്പിൻ്റെ നിർവചനം ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി തഖർറുബൻ ഇലല്ലാഹി തആല. നോമ്പ് എന്താണ് എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണിത്. അത് ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്, മുറിയുന്ന, നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിടിച്ചു വെക്കണം. നോമ്പെടുക്കുന്ന വ്യക്തി പിടിച്ചു വെക്കണം. അങ്ങനെ ചില മുഫ്തിറാത്തുകളായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കണം, സ്വദേഹത്തെ പിടിച്ചു വെക്കണം. എപ്പോൾ മുതൽ എപ്പോൾ വരെ? മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. തുലൂഇൽ ഫജ്ർ മുതൽ, പ്രഭാതോദയം മുതൽ, അഥവാ നമ്മുടെ ഫജ്റിൻ്റെ സമയം, നമ്മുടെ ക്ലോക്കിലുള്ള ഫജ്റിൻ്റെ സമയം, അതാണ് തുലൂഉൽ ഫജ്ർ എന്ന് പറയുന്നത്. ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെ. ഇപ്പോൾ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു വെക്കണം. തഖർറുബൻ ഇലല്ലാഹി തആല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തഖർറുബൻ ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അഥവാ നീയത്ത് വേണം എന്ന് ചുരുക്കം. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോഴേ ഒരു കാര്യം നോമ്പാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നോമ്പാവില്ല. ഉദാഹരണത്തിന് മുഫ്തിറാത്തുകൾ കുറേ ഉണ്ട് നോമ്പ് മുറിയുന്ന, അതിലേതെങ്കിലും ഒരാൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ നോമ്പുകാരനാണ് എന്ന് പറയില്ല, കാരണം അയാൾ നോമ്പ് പോയി. കാരണം ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്, എല്ലാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരാൾ പിടിച്ചു വെക്കണം. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരാൾ പിടിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സമയം തെറ്റിച്ചു. മിൻ തുലൂഇൽ ഫജ്ർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരാൾ തുലൂ ശംസ് മുതൽ തുടങ്ങിയെന്ന് വിചാരിക്കുക, സൂര്യോദയം മുതൽ തുടങ്ങിയെന്ന് വിചാരിക്കുക, നോമ്പ് ശരിയാകുമോ? ഇല്ല. കാരണം തുലൂഉൽ ഫജ്ർ, ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് പിടിച്ചു വെക്കണം. ഫജ്ർ ബാങ്കോട് കൂടിയാണ് നോമ്പ് ആരംഭിക്കുന്നത്. അതൊരാൾ അല്പം വൈകിപ്പിച്ച് ഞാൻ കുറച്ച് എഷ വരെ ആക്കാമെന്ന് വിചാരിച്ചാലോ അത് നടക്കൂല, നോമ്പായി പരിഗണിക്കുകയില്ല. ഇനി വേറൊരാൾ വിചാരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ അർദ്ധരാത്രി തന്നെ തുടങ്ങാം, എന്നിട്ടൊരു അസറാകുമ്പോൾ ഒരാൾ നോമ്പ് മുറിക്കാമെന്ന് വിചാരിച്ചാലോ അതും ശരീഅത്തിൽ നോമ്പായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിച്ച നോമ്പ് എവിടെ വരെയാണ്? മഗ്രിബ് വരെയാണ്. അതാണ് മിൻ തുലൂഇൽ ഫജ്ർ ഇലാ ഗുറൂബി ശംസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്താണ് നമ്മൾ നോമ്പിന്റെ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അത്രയേ നിൽക്കേണ്ടതുള്ളൂ. തഖറുബൻ ഇലല്ലാഹി തആല, തഖറുബൻ ഇലല്ലാഹി തആല. അത് അവസാനത്തെ ഖൈദാണ്, അവസാനത്തെ നിബന്ധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ സാമീപ്യം പ്രതീക്ഷിച്ചായിരിക്കണം നോമ്പ് എടുക്കേണ്ടത്. അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് ശരീഅത്തിൽ നോമ്പെന്ന് പറയില്ല. ചിലപ്പോൾ ഭാഷാപരമായി ഒരാൾ വ്രതം അനുഷ്ഠിച്ചു എന്ന് പറയാം. ഉദാഹരണത്തിന്, ഒരാൾ നോമ്പെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട നിയ്യത്ത് ഒരു 30 ദിവസം നോമ്പെടുത്തിട്ട് എൻ്റെ തടിയൊന്ന് കുറക്കണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറക്കണം, ഷുഗർ ശരിയാക്കണം, ഇതേ നിയ്യത്തുള്ളൂ. അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലം ഒരാൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ ചെന്നെത്തുമ്പോൾ അതിനൊന്നും പ്രതിഫലം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ദുനിയാവിൽ പട്ടിണി കടന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീഅത്തിൽ നോമ്പാവണമെങ്കിൽ തഖറുബൻ ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം പ്രതീക്ഷിച്ച് അവനിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം പ്രതീക്ഷിച്ച് സഹോദരങ്ങളെ ഒരാൾ ചെയ്യണം. അഥവാ നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് അതിൻ്റെ നിർവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ആ മത്തിനിലുള്ള കാര്യമാണ് വായിക്കുന്നത്. അൽ അസ്ലു ഫീഹി ഖൗലുഹു തആല, നോമ്പിൻ്റെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വാസം സ്വീകരിച്ചവരെ. കാരണം ഇത് ശരീഅത്തിന്റെ ഒരു നിയമമാണ്. വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളോട് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കാൻ പറയുകയില്ല. കാരണം നാസ് എന്ത് വേണം? നാസ് ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. പിന്നീട് ഒരാൾ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞ ആളോടാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്നുള്ളത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി ഇറക്കിയിട്ടുള്ള ആയത്ത് ഈ ആയത്താണ്. ഈ ആയത്തിൽ ഏതു ഭാഗത്താണ് നോമ്പ് നിർബന്ധമാക്കി എന്ന വാക്കുള്ളത്? ആർക്കാണ് അറിയുക? ഏത് ഭാഗത്താണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വാക്കുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഏത് ഭാഗത്താണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമായി എന്ന വാക്കുള്ളത്? കുതിബ അലൈക്കും, നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കി. കുതിബ, കതബക്ക് വേറെയും ഒരു അർത്ഥമുണ്ട്, ഫറദ, നിർബന്ധമാക്കി എന്ന അർത്ഥമുണ്ട്. കതബ എന്ന് പറഞ്ഞാൽ ഫറദ, നിർബന്ധമാക്കി. കുതിബ അലൈക്കും, നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുകയാണ്. അതോടൊപ്പം പറഞ്ഞു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മത്തിങ്ങൾക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. കാരണം ശരീഅത്തിൽ ചില കാര്യങ്ങൾ, സമാനമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞുപോയ ഉമ്മത്തിനുണ്ടാകും. പക്ഷെ അതെങ്ങനെയാണ്, അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്ത് തന്നെയായാലും ഈ ഉമ്മത്തിലുള്ളതായിരിക്കും ഏറ്റവും എളുപ്പമുള്ളത്. കാരണം ഈ ഉമ്മത്തിലെ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം എളുപ്പമുള്ള ഇബാദത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് കാണാം. നിസ്കാരത്തിൻ്റെയും മറ്റുമൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞുപോയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കണമെങ്കിൽ ഇതേപോലെയുള്ള മസ്ജിദുകൾ അവർക്ക് നിർബന്ധമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്താണ്, അവിടെ നിസ്കാരത്തിൻ്റെ സമയമായാൽ നമുക്ക് അവിടെ പായ വിരിച്ച് നിസ്കരിക്കാം. നമുക്ക് മസ്ജിദിലേക്ക് ഓടിയെത്തുക എന്നുള്ളത് എന്തില്ല, അവിടെ നിർബന്ധമാകുന്നില്ല. എന്നാൽ കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് എവിടെ ചെന്നാലും സമയമായാൽ മസ്ജിദിലേക്ക് വരേണ്ടിയിരുന്നു. അല്ലാഹു തആല നമുക്ക് എളുപ്പം നൽകിയിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഇനി ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സമുദായത്തിനൊക്കെ നോമ്പുണ്ട്. അപ്പം എല്ലാ സമുദായത്തിനും നിലനിൽക്കുന്നതായ ഒരു അമൽ, അതിൽ വലിയ മസ്ലഹത്തുള്ള, അഥവാ അതിൻ്റെ മസ്ലഹത്ത് എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന മസ്ലഹത്താണ്. അതുകൊണ്ടാണ് എല്ലാ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം നോമ്പ് ഒരു മനുഷ്യനെ ലഭിക്കുന്ന, നോമ്പ് ഒരു മനുഷ്യന് നൽകുന്ന മസ്ലഹത്ത്, ഉപകാരം എന്ന് പറയുന്നത് ചില്ലറയല്ല. അള്ളാഹു അവനെ ജീവിത ലക്ഷ്യത്തിന് ഏറെ സഹായകമാക്കുന്ന കാര്യമാണ് നോമ്പ്. അല്ലെ, അത് ഫർള് നോമ്പ്, ഈ വർഷത്തിൽ ഒരാൾ ഈ 30 നോമ്പെടുക്കുന്നതിൽ വലിയ ഉപകാരം ഒരാൾക്കുണ്ടാകും. അല്ലാഹു തആല അതിന് വലിയ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചത്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 5 നേരം റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കാരം നിശ്ചയിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ആളുകൾ ചിന്തിക്കാറുള്ളത് ഇതെങ്ങനെയോ കഷ്ടപ്പെട്ട് ഇങ്ങനെ 5 നേരം നിസ്കരിക്കണം, വർഷത്തിൽ നോമ്പെടുക്കണം. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച അമലുകളെല്ലാം നമ്മുടെ നന്മക്കാണ്. നമുക്ക് അല്ലാഹു തആല
നിശ്ചയിച്ച ജീവിത ലക്ഷ്യത്തിന് എളുപ്പമാകുന്ന കാര്യങ്ങളാണ് നോമ്പൊക്കെ. ഈ നോമ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ രൂപത്തിൽ അള്ളാഹുവിനെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ആളുകൾ തെമ്മാടികളായി തീർന്നേനെ. ഈ ഒരു വർഷത്തിലൊരു നോമ്പ്, ഒരു മാസം നോമ്പെടുക്കുന്നത് കൊണ്ട് ആളുകൾ പരിശുദ്ധരായി തീരുകയാണ്. ഒരുപാട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ അത് പാപങ്ങളിൽ നിന്നും സുരക്ഷിതമാകുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. ആ മസ്ലഹത്തുള്ളത് കൊണ്ടാണ് എല്ലാ ഉമ്മത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. നോമ്പ് നിർബന്ധമാണ് എന്ന ആയത്ത് കൊടുത്തതിന് ശേഷം അദ്ദേഹം പിന്നീട് ചർച്ച ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ആ നോമ്പ് നിർബന്ധമാകുന്നത് എന്നാണ്. ആർക്കൊക്കെയാണ് ഈ നോമ്പ് നിർബന്ധമാകുന്നത്? അദ്ദേഹം പറയുന്നു, വയജിബു സിയാമു റമദാൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ഖാദിരിൻ അല സൗം. യജിബു സിയാമു റമദാൻ, റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ഈ ആയത്തിൽ നമ്മളത് മനസ്സിലാക്കി അല്ലെ? ഈ ആയത്തിൽ നമ്മളത് മനസ്സിലാക്കി. അതല്ലാത്ത ആയത്തുകളിലൊക്കെ ഉണ്ട്. ഫമൻ ഷഹിദ മിൻകുമു ശഹറ ഫൽയസും. അല്ലാഹു തആല പറഞ്ഞാണ്, ആരെങ്കിലും ഈ മാസത്തിൽ ഹാജരുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ റബ്ബിനെ നല്ല രൂപത്തിൽ നിനക്ക് ഈ നിബന്ധനകളോടുകൂടി നിനക്ക് ഈ മാസത്തിൽ അള്ളാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഫൽയസും, അവൻ ആ ദിവസം നോമ്പെടുത്തു കൊള്ളട്ടെ. അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. വയജിബു സിയാമു റമളാൻ, ആർക്കാണ് നിർബന്ധം? എല്ലാ ആളുകൾക്കും നിർബന്ധമുണ്ടോ? ഇല്ല. അലാ കുല്ലി മുസ്ലിം, അതിൻ്റെ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകൾ ഒത്ത ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ നിബന്ധനകൾ അത് പാലിക്കാത്ത ആളുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഒന്നാമതായി പറഞ്ഞത് അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ്. മുസ്ലിമിന് മാത്രമാണ് റമളാനിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നിർബന്ധമാക്കിയിട്ടുള്ളത്. മുസ്ലിം അല്ലാത്ത ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ അല്ലാഹു നിർബന്ധമാക്കുന്നില്ല. മറിച്ച് അവനോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് അവൻ മുസ്ലിമായിട്ട് നോമ്പെടുക്കാനാണ്. അതല്ലാതെ ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കുള്ള അവസ്ഥയിൽ, കുഫറുള്ള അവസ്ഥയിൽ ഒരാളോട് റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ അല്ലാഹു തആല അവനെ നിർബന്ധിച്ചിട്ടില്ല. അല്ല, അവൻ അങ്ങനെ നോമ്പെടുത്താൽ അല്ലാഹു അതൊട്ട് സ്വീകരിക്കുകയുമില്ല. അപ്പം അങ്ങനെയുള്ള നിബന്ധനകൾക്കാണ് ഷർത്തു സിഹത്തിൻ വ വുജൂബ് എന്ന് പറയും. ഷർത്തു സിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിബന്ധന പാലിച്ചാലേ അത് സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാം സ്വീകരിച്ചാലേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ ഷർത്തു വുജൂബ് എന്ന് പറഞ്ഞാൽ അവൻ നിർബന്ധമാകണമെങ്കിൽ അവൻ മുസ്ലിം ആയിരിക്കണം. മുസ്ലിം അല്ലാത്തവനോട് പോയി നമ്മൾ കൽപ്പിക്കണം. ഒരു കാര്യം നിർബന്ധമാണ്, നമുക്ക് പോയി കൽപ്പിക്കാം, പോയി നോമ്പെടുക്കുമെന്ന് പറയാം. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് അവൻ മുസ്ലിം ആയതിനു ശേഷം അവനോടെ നമുക്ക് എന്ത് പറയേണ്ടതുള്ളൂ? നീ നോമ്പെടുക്കുക, കാരണം അവനെ നിർബന്ധമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞത് സഹോദരങ്ങളെ ബാലിഗിൻ എന്നാണ്. പ്രായപൂർത്തിയെത്തുക എന്നുള്ളതാണ്. പ്രായപൂർത്തിയെത്തിയാലാണ് ഒരാൾക്ക് നിസ്കാരവും നോമ്പുമൊക്കെ നിർബന്ധമാകുന്നുള്ളൂ. പ്രായപൂർത്തിയെത്തിയാലാണ് ഒരാൾക്ക് നിസ്കാരവും നോമ്പുമൊക്കെ നിർബന്ധമാകുന്നുള്ളൂ. എന്നാൽ ഈ ഷർത്ത് എന്ന് പറയുന്നത് ഷർത്തു സിഹത്തല്ല, അഥവാ ശരിയാകാനുള്ള നിബന്ധനയല്ല, മറിച്ച് നിർബന്ധമാകാനുള്ള നിബന്ധനയാണ്. ഷർത്തു വുജൂബ്, അത് നിബന്ധനകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷർത്തു സിഹ, ശരിയാകാനുള്ള നിബന്ധന. രണ്ട് ഷർത്തു വുജൂബ്, അത് വാജിബാകാനുള്ള നിബന്ധന. ഇത് വാജിബാകാനുള്ള നിബന്ധനയാണ്. അഥവാ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. 10 വയസ്സുള്ള ഒരു ആൺകുട്ടി മിക്കവാറും പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവുകയില്ല. ആ 10 വയസ്സുള്ള കുട്ടി നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് സ്വീകരിക്കും. പക്ഷേ അള്ളാഹു അവൻ്റെ മേൽ എന്ത് ചെയ്തിട്ടില്ല? അത് നിർബന്ധമാക്കിയിട്ടില്ല. നിർബന്ധമാകുക അവന് പ്രായപൂർത്തി എത്തിയാലാണ്. അതുകൊണ്ട് തന്നെ 10 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ നോമ്പ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നിസ്കാരം പോലെ തന്നെ അവന് നോമ്പെടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ 7 വയസ്സാകുമ്പോഴൊക്കെ തന്നെ അവന് കഴിവുണ്ടെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവൻ നോമ്പെടുത്താൽ ആ പ്രോത്സാഹനം കൊടുത്ത മാതാപിതാക്കൾക്ക് അതിന് പ്രതിഫലമുണ്ട്. നോമ്പെടുത്താൽ ആ കുട്ടിക്കും അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നില്ല. കാരണം കുറ്റക്കാരനാകണമെങ്കിൽ അവൻ ആരാകണം? അവൻ പ്രായപൂർത്തി എത്തിയ ആളാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി എത്തുന്ന അതിനു മുമ്പുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയാറുള്ളത് അസ്സബിയുൽ മുമയ്യസ് യുക്തബു ലഹു വലാ യുക്തബു അലൈഹി. ഒരു ചെറിയ കുട്ടി, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടിക്കാണ് നമ്മൾ ചെറിയ കുട്ടി എന്ന് പറയുന്നത്. ആ കുട്ടികൾ ചെയ്യുന്ന നന്മകൾ അവന് രേഖപ്പെടുത്തും. എന്നാൽ അവൻ ചെയ്യുന്ന തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ രേഖപ്പെടുത്തുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. അവർക്ക് നോമ്പെടുക്കാൻ കഴിവെത്തുന്ന പ്രായം എപ്പോൾ എത്തും? ചിലപ്പോൾ 7 വയസ്സെത്തും, ചിലപ്പോൾ 6 വയസ്സിലെത്തും. എപ്പോഴാണ് അവർക്ക് എത്തുന്നത്? ആ
ആ സമയത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. സ്വഹാബികളുടെ അമൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികൾ അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? നോമ്പിന് പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനുള്ള വസ്തുക്കളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ നോമ്പിന് പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അവർ ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ അവർക്ക് ടോയ്സ് ഒക്കെ സ്വഹാബികൾ ഇട്ട് കൊടുത്തിട്ട് അവരെ അങ്ങനെ നോമ്പിന് കൊണ്ടുപോകാറുണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം അവർക്ക് പ്രോത്സാഹനം വേണം. കാരണം ചെറിയ പ്രായത്തിൽ നല്ല നന്മകൾക്ക് പ്രോത്സാഹനം കിട്ടിയാൽ അവർക്ക് അള്ളാഹു നിർബന്ധമാക്കുന്ന പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള പ്രോത്സാഹനം ഒന്നും കൊടുക്കാത്ത ആളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ പ്രായമെത്തിയാൽ പോലും, പ്രായപൂർത്തി എത്തിയാൽ പോലും ചിലപ്പോൾ നോമ്പെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ശരിയായ രൂപത്തിൽ എടുക്കുകയില്ല. അപ്പോൾ അവരത് കുറ്റക്കാരായി തീരും. മാതാപിതാക്കളുടെ അശ്രദ്ധ കുട്ടികളെ കുറ്റക്കാരാക്കി തീർക്കുന്നതാണ്. അത് മാതാപിതാക്കളും കുറ്റക്കാരായി തീരുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നിബന്ധന ബാലിഗ് എന്നാണ്, പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. അത് ഷർത്തു സിഹത്ത് അല്ല, ശരിയാകാനുള്ള നിബന്ധന അല്ല, ഷർത്തു വുജൂബ്. അഥവാ ചെറിയ കുട്ടി നോമ്പെടുത്താൽ ശരിയാകും, പക്ഷേ ചെറിയ കുട്ടി നോമ്പെടുക്കൽ അവന് നിർബന്ധമാകുന്നില്ല. അതാണ് ഷർത്തു വുജൂബ് എന്നതിൻ്റെ അർത്ഥം. എന്നാൽ മുസ്ലിം ആകുക എന്ന് പറയുന്നത് ഷർത്തു സിഹയാണ്, ശരിയാകാനുള്ള നിബന്ധനയാണ്. മുസ്ലിം ആകാണ്ട് ഒരാൾ നോമ്പെടുത്താൽ ശരിയാവുകയില്ല. മൂന്നാമതായി പറഞ്ഞു ആഖിൽ. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, അഥവാ ബുദ്ധി വകതിരിവുള്ള വ്യക്തികൾക്ക് ശരീഅത്തിന്റെ ഏത് നിയമവും ബാധകമുള്ളൂ. അതുപോലെ തന്നെയാണ് നോമ്പും. അഥവാ ഭ്രാന്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പെടുക്കേണ്ടതില്ല, അവൻ നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കുകയുമില്ല. അഥവാ അത് ഷർത്തു സിഹത്തിൻ വ വുജൂബാണ്. അഥവാ ഭ്രാന്തൻ നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതാണ് ഷർത്തു സിഹ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഷർത്തു വുജൂബും കൂടിയാണ്. ഭ്രാന്തന് നോമ്പെടുക്കൽ നിർബന്ധമില്ല. ഇപ്പൊ ഭ്രാന്തന്റെ വലിയകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ, രക്ഷാധികാരികളായിട്ട് ആളുകൾ ഉണ്ട് എങ്കിൽ അവനെ കൊണ്ട് നോമ്പെടുപ്പിക്കാൻ പറയേണ്ടതില്ല. അവന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതിരിക്കേണ്ടതില്ല. അവൻ നോമ്പെടുക്കാം, അവൻ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവൻ നോമ്പൊഴിവാക്കാം, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു താല അവനൊന്നും ശരീഅത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല. അവൻ്റെ മേൽ പേന ഉയർത്തപ്പെട്ടിട്ടാണുള്ളത്. അവൻ ചെയ്യുന്ന തിന്മകളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ അവനുമായി ബന്ധപ്പെട്ട വല്ല മുആമലാത്തുകൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ രക്ഷാധികാരികൾക്ക് ബാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭ്രാന്തുള്ള ഒരു വ്യക്തി അപ്പുറത്തെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് പൊളിച്ചു, കാറ് പൊളിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നായിരിക്കും. അപ്പം ഇപ്പുറത്തെ ആളുകൾക്ക് ഭ്രാന്തനല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അവൻ്റെ രക്ഷാധികാരികൾ അത് പരിഹരിച്ചു കൊടുക്കണം. അതാണ് ശരീഅത്തിന്റെ നിയമം. രക്ഷാധികാരികൾ എന്ത് ചെയ്യണം? അവനെ പരിഹരിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം ഖാദിരിൻ അല സൗം. നോമ്പെടുക്കാനുള്ള ഖുദ്റത്തുണ്ടെങ്കിലേ നോമ്പ് നിബന്ധനയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഷർത്തു സിഹത്ത് അല്ല, ഷർത്തു വുജൂബാണ്. അഥവാ കഴിവില്ലാത്ത ഒരാൾ നോമ്പെടുത്ത് അള്ളാഹ് സ്വീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അള്ളാഹു താലയുടെ റഹ്മത്ത്, കാരുണ്യം അത് നിർബന്ധമാക്കുന്നത് നോമ്പെടുക്കാൻ ഖുദ്റത്തുള്ള ആളുകൾക്ക് മാത്രമാണ്. നോമ്പെടുക്കാൻ ഖുദ്റത്തുണ്ടെങ്കിലേ നോമ്പെടുക്കേണ്ടതുള്ളൂ, നിർബന്ധമുള്ളൂ. എന്നാൽ കഴിവില്ലാണ്ട് പ്രയാസപ്പെട്ട ഒരാൾ നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കാതെ തള്ളില്ല, സ്വീകരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞത്, ഇത് ഷർത്തു വുജൂബാണ്, നിർബന്ധമാകാനുള്ള നിബന്ധനയാണ്, ശരിയാകാനുള്ള നിബന്ധനയല്ല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നത് ഷർത്തു സിഹത്തിൻ വ വുജൂബാണ്, ശരിയാകാനും നിർബന്ധമാകാനുള്ള നിബന്ധനയാണ്. എന്നാൽ ബാലിഗ് എന്ന് പറയുന്നത് ഷർത്തു വുജൂബാണ്, നിർബന്ധമാകാനുള്ള നിബന്ധന മാത്രമാണ്, ശരിയാകും അതിൻ്റെ താഴെയുള്ള ആൾ എടുത്താൽ. ഇനി ആഖിൽ എന്ന് പറയുന്നത് ഷർത്തു സിഹത്തിൻ വ വുജൂബാണ്, രണ്ടും ഉണ്ട്. അവനെടുത്താൽ ശരിയാവുകയുമില്ല, അവന് നിർബന്ധവുമില്ല. എന്നാൽ അവസാനം പറഞ്ഞ ഖുദ്റത്ത് എന്ന് പറയുന്നത് അത് ഷർത്തു വുജൂബ് മാത്രമാണ്, നിർബന്ധമാകാനുള്ള നിബന്ധനയാണ്, ശരിയാകാനുള്ള കാര്യമല്ല എന്നാണ്. ഇനി സഹോദരങ്ങളെ, ഖുദ്റത്ത് എന്ന് പറയുന്നത് അതിന് നേരെ എതിരായിട്ടുള്ള കാര്യമാണ് അജ്സ്, അശക്തി. അഥവാ ഖുദ്റത്തില്ലായ്മ എന്ന് പറഞ്ഞാൽ അജ്സ്. ഒരാൾക്ക് അജ്സ് ഉണ്ടെങ്കിൽ, നോമ്പെടുക്കാനുള്ള അശക്തി ഉണ്ട് എങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. എന്നാൽ നോമ്പെടുക്കാനുള്ള അശക്തി അത് 2 രൂപത്തിലുണ്ട് എന്നാണ്. ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കാതിരിക്കുക രണ്ടാലൊരു കാര്യത്തിലാണ്. ഒന്നുകിൽ അതൊരു അജ്സും താരി ഒന്നായിരിക്കും, അതായത് താൽക്കാലികമായൊരു അശക്തി, ആ ഒരു നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആ നോമ്പിനൊരു രോഗം, ആ ഒരു റമദാനിൽ അവന് രോഗം വന്നു, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ദിവസം ഒരു രോഗം വന്നു, പിന്നീട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നോമ്പെടുക്കാൻ തടസ്സമാകുന്ന രൂപത്തിലൊരു യാത്ര വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം അത്തരം സമയത്ത് സഹോദരങ്ങളെ, അവൻ്റെ മേൽ ആ സമയത്ത്, ആ അജ്സുള്ള അശക്തിയുള്ള സമയത്ത്, കഴിവില്ലാത്ത സമയത്ത് നോമ്പെടുക്കൽ നിർബന്ധമില്ല. എന്നാൽ ആ നോമ്പ് മറ്റ് ദിവസങ്ങളിൽ നോറ്റുവീട്ടൽ അവന് ബാധ്യതയാണ്. അതാ താൽക്കാലികമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫർ, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമുണ്ടാവുകയോ, നിങ്ങൾ ആരെങ്കിലും രോഗിയാവുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യാത്രക്കാരാകുകയോ ചെയ്താൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ,
റമദാൻ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണക്ക് പൂർത്തിയാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ വർഷത്തിൽ എത്രയാണോ ഉമ്മത്തിന് നോമ്പ് കിട്ടിയത്, 29 ആണോ 30 ആണോ, അതനുസരിച്ച് അവൻ പൂർത്തിയാക്കണം. അവന് 2 നോമ്പ് ഒഴിവായി പോയിട്ടുണ്ട്, അപ്പോൾ 27 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 29 നോമ്പിൽ 27 അവന് കിട്ടി. അപ്പോൾ 2 നോമ്പ് അവൻ പൂർത്തിയാക്കണം. അതാണ് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു വിഭാഗത്തിന് കുദറത്തില്ലാതിരിക്കുക എന്ന് പറയുന്നത് അത് അജ്സുൻ ദായിമുനാണ്. എപ്പോഴും കഴിവില്ലാത്ത ആളുകൾ, ലാ യുർജ ജവാലുഹു, അത് നീങ്ങുമെന്നൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള 2 വിഭാഗമാണ് പ്രധാനമായി ഉണ്ടാവുക. നിത്യരോഗികൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും. അവരുടെ രോഗം മാറുന്ന പ്രതീക്ഷയില്ല. ഡോക്ടർമാർ വിധി എഴുതിയതാണ്, ഇയാൾക്ക് നോമ്പൊന്നും എടുക്കാൻ കഴിയില്ല, ഇനൊരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ പ്രായാധിക്യം എത്തിയിട്ട് ഒരു പ്രായത്തിൻ്റെ അപ്പുറത്തെത്തിയാൽ പിന്നെ നോമ്പെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല. കാരണം കുദറത്ത് നിബന്ധനയാണ്. അതേപോലെ തന്നെ അവർക്ക് നോമ്പ് മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടുകയും വേണ്ട. അവർക്ക് പകരം ഓരോ നോമ്പിനും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മാത്രം മതിയാകുന്നതാണ്. ഓരോ നോമ്പിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഒരാളുടെ വീട്ടിൽ പ്രായാധിക്യമുള്ള ഒരു വല്യുപ്പയുണ്ട്, പ്രായാധിക്യമുള്ള ഒരു ഉമ്മാമയോ ഉപ്പാപ്പയോ ഒക്കെ ഉണ്ട്, അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണം? അവർക്ക് ഓരോ നോമ്പിനും നമ്മളൊരു ഭക്ഷണം കൊടുത്താൽ മതി. അത് ഓരോ നോമ്പ് കഴിയുമ്പോൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ റമദാൻ മുഴുവൻ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് വർഷക്കാലം ജീവിച്ച മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പം അദ്ദേഹം 30 ദിവസത്തെ നോമ്പിൻ്റെ ഭക്ഷണം എന്ത് ചെയ്യും? അദ്ദേഹം 30 ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. റമദാൻ കഴിയുമ്പോൾ 30 ആളെ വിളിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അരി കൊടുക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അര സാ വെച്ചിട്ട്, അഥവാ ഒരു സാ 3 കിലോയാണ് സൂക്ഷ്മതയായിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അര സാ 1.5 കിലോ അരി വെച്ചിട്ട് കൊടുക്കുക. വീട്ടിലൊരു വയസ്സായ ഉമ്മാമയുണ്ട്, വയസ്സായ ഉപ്പാപ്പയുണ്ട്, അവർക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല. ആ വർഷം 30 നോമ്പുണ്ടായി എന്ന് വിചാരിക്കുക. അവർക്ക് വേണ്ടി 45 കിലോ അരി, ഓരോ നോമ്പിനും 1.5 കിലോ അരി വെച്ച് 45 കിലോ അരി നമ്മൾ എന്ത് ചെയ്യണം? പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. മിസ്കീൻ കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അയൽവാസി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അയൽവാസി മിസ്കീൻ ആണോ എന്ന് ഉറപ്പില്ല. മിസ്കീനായ ആളുകൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അതാണ്, അവർക്ക് നോമ്പ് വേറെ നോറ്റ് വീട്ടേണ്ട കാര്യമില്ല. അപ്പം 4 നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. 5ാമതൊരു നിബന്ധന കൂടി പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് ഈ കിതാബിൽ പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാർ പറയാറുള്ളത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു നിബന്ധനയാണ്. അത് അവർ ഹൈളിൽ നിന്നും നിഫാസിൽ നിന്നും മുക്തമായിരിക്കുക എന്നാണ്. കാരണം ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകളുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അവർക്ക് അല്ലാഹു തആല അത് നിർബന്ധമാക്കിയിട്ടുമില്ല. ഒരു സ്ത്രീക്ക് ഹൈലുണ്ടായാൽ ആ നോമ്പ് എങ്ങനെയെങ്കിലൊക്കെ അവൾ നോമ്പ് നോറ്റ് കൂട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നോമ്പെടുത്താൽ അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല. ഇനി അതുപോലെ തന്നെ ഹൈൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ നോമ്പ് അത് മുറിഞ്ഞു പോവുകയും ചെയ്യും. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് അവൾക്ക് നിർബന്ധ ബാധ്യതയുമില്ല. അവൾ അങ്ങനെ നോമ്പെടുത്താൽ ശരിയാകുകയുമില്ല. അതുപോലെ തന്നെയാണ് നിഫാസുള്ള സ്ത്രീകൾ. ഇവർ 2 പേർക്കും ബാധ്യതയായിട്ടുള്ളത് അവർ റമദാൻ കഴിയുമ്പോൾ എത്ര ദിവസമാണോ നഷ്ടപ്പെട്ടത് ആ നോമ്പ് നോറ്റുവിട്ടുക എന്നത് മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ബിറുഇയത്തി ഹിലാലിഹി ഔ ഇക്മാലി ശഅബാന 30 യൗമ. അതായത് നോമ്പ് ഈ നിബന്ധനകൾ എത്തിയ ആളുകൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഈ നിബന്ധനകളൊക്കെ വേണം. ആർക്കാണ് നോമ്പ് നിർബന്ധമാകുക എന്നതിൻ്റെ ഉത്തരം പറഞ്ഞു. അതിനുശേഷം ആ നോമ്പ് എപ്പോഴാണ് നിർബന്ധമാകുക എന്നതിൻ്റെ കാര്യമാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. ബിറുഇയത്തി ഹിലാലിഹി, ഹിലാൽ കാണേണ്ടതുണ്ട്, മാസപ്പിറ കാണേണ്ടതുണ്ട്. ഔ ഇക്മാലി ശഅബാന 30 യൗമൻ, അല്ലെങ്കിൽ ഷഅബാൻ എന്ത് ചെയ്താൽ മതി? 30 പൂർത്തിയായാൽ മതി. അപ്പോൾ പിന്നെ മാസപ്പിറവിയുടെ വിഷയമേ ഇല്ല. ഷഅബാൻ 30 പൂർത്തിയായാൽ പിന്നീട് പിറ്റേന്ന് റമദാനാണ്. ഇപ്പം 2 രൂപത്തിലാണ് നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഒന്നാമത്തേത്, ഒരാൾ ഹിലാൽ ദർശിക്കേണ്ടതുണ്ട്, മാസപ്പിറവി ദർശിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം, മാസപ്പിറവി അത് ദർശിക്കേണ്ടതുണ്ട്. റുഇയത്ത് വളരെ പ്രാധാന്യമാണ്. മാസം ആകാശത്തുണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല. മാസം ആകാശത്തുണ്ടാവും, അത് സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കനുസരിച്ച് ചന്ദ്രൻ വളരെ കൃത്യമായി എല്ലാ ദിവസവും ആകാശത്തുണ്ട്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഗോളശാസ്ത്രം പഠിച്ചിട്ട് എപ്പോഴാണ് ആകാശത്തുണ്ടാകുക, എവിടെയാണ് ഉണ്ടാകുക, ഇതൊക്കെ പഠിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞത് മാസപ്പിറ കാണുന്ന സ്ഥലത്ത് പോയി നോക്കാനാണ്. എളുപ്പമുള്ള, എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ആർക്കും ഏത് സാധുവിനും പാലിക്കാൻ പറ്റുന്നതാണ് ഇസ്ലാമിക ദീൻ. അല്ലാതെ അതിന് പ്രയാസമുള്ള
അതിൻ്റെ കണക്ക് പഠിച്ചതിന് ശേഷമല്ല. കാരണം ആ കണക്ക് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് അത്തരത്തിലുള്ള ഗോളശാസ്ത്രവാദക്കാർ ഇസ്ലാമിലേക്ക് കടന്നുകൂടിയത്. അതായത് ആകാശത്ത് പിറയുണ്ട്, അതുകൊണ്ട് ഇന്ന് ഒന്നാണ് എന്ന് പറയും. അങ്ങനെ ഒന്നാവുകയില്ല. ഇസ്ലാമിക കലണ്ടറിൽ ഒന്നാകണമെങ്കിൽ അത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നു ഷഅബാൻ 30 പൂർത്തിയായാൽ മതി. 29 അന്ന് കണ്ടിട്ടില്ല ഷഅബാൻ, നമ്മൾ പിറ്റേന്ന് ഷഅബാൻ 30 ഇനി പിന്നെ കാണേണ്ടതുണ്ടോ? വേണ്ട. കാരണം അറബി മാസം അത് ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അത് 28 കുറയുകയുമില്ല, 31 കൂടുകയുമില്ല. ഇംഗ്ലീഷ് മാസം ഈ 4 വരാറുണ്ട്. 28 വരും, 29 വരും, 30 വരും, 31 വരും. അല്ല, അറബി മാസം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അതുകൊണ്ട് 29 കണ്ടിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 30. അടുത്ത ദിവസം നേരെ നോമ്പ് ആരംഭിക്കാം. മാസപ്പിറവി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും 29 അന്ന് കണ്ടിട്ടില്ല എങ്കിൽ പിറ്റേന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് ആരംഭിക്കാൻ പാടില്ല. 29 അന്ന് കണ്ടിട്ടില്ല എങ്കിൽ സൂക്ഷ്മത എന്ന പേരിൽ റമദാനിൻ്റെ ഒരു ദിവസം മുമ്പ് നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. യൗമുശക്കിൽ നോമ്പെടുക്കാൻ പാടില്ല. അത് റമദാനാണോ? കാരണം മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല. മേഘം കാരണത്താൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ഷഅബാൻ 30 അല്ല റമദാൻ 1 നമുക്ക് സംശയമാണ്. ആ സംശയമുള്ള ദിവസം, അതിനാണ് യൗമുശക്ക് എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല. 29 കണ്ടിട്ടില്ല എങ്കിൽ പിറ്റേന്ന് ഷഅബാൻ 30 തന്നെ, റമദാൻ 1 എന്ന കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ തെളിവ് പറയുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ അതിനെ കണ്ടാൽ, മാസപ്പിറവിയെ കണ്ടാൽ, ഫസൂമു, നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. മാസപ്പിറവി കണ്ടാലാണ് നോമ്പ് ആരംഭിക്കാൻ പറഞ്ഞത്. വഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ടാൽ, ഫഅഫ്തിറു, നിങ്ങൾ നോമ്പ് ഉപേക്ഷിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. നോമ്പ് കഴിഞ്ഞ് ഇഫ്താർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പെരുന്നാൾ അഥവാ നോമ്പ് പൂർത്തിയാക്കി നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. രണ്ടിനും കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടിനും കാഴ്ചയാണ്. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹ്, ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മറയിടപ്പെട്ടാൽ അഥവാ കാഴ്ചയ്ക്ക് മറയിടപ്പെട്ടു, അതെന്തു മറയോ ആകാം. ഫൈൻ ഗുമ്മ അലൈക്കും, ഒന്നുകിൽ മഴ കാരണത്താൽ, അല്ലെങ്കിൽ മഴയില്ല, പൊടിക്കാറ്റാണ്, ആ ഭാഗത്ത് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ മേഘാവൃതമാണ്, വലിയ മേഘങ്ങൾ വന്ന് കിടക്കുകയാണ്, മഴയില്ല പൊടിക്കാറ്റുമില്ല, മേഘങ്ങൾ കിടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹ്, നിങ്ങൾ അതിനെ കണക്കാക്കിക്കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫഖ്ദിറൂ ലഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായ ഒരു വിഷയമാണ്. അതായത് ചിലർ പറഞ്ഞു ഫഖ്ദിറൂ ലഹ് എന്ന് പറഞ്ഞാൽ അതിനെ കണക്കാക്കുക എന്ന് പറയുന്നത് ഖദറ എന്ന് പറയുന്ന വാക്കിനർത്ഥം ചുരുക്കുക അഥവാ ലയ്യിക്കാക്കുക, എടുക്കുക എന്ന അർത്ഥമുണ്ട്. അത് 29 കണക്കാക്കുക എന്നൊരു അഭിപ്രായം സഹാബികൾ തൊട്ടേയുണ്ട്. പക്ഷെ മറ്റു സഹാബികളുടെ അഭിപ്രായത്താലും ഹദീസുകളുടെ അടിസ്ഥാനത്തിനാലും ആ അഭിപ്രായം തെറ്റാണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം തന്നെ കൊടുക്കുന്നുണ്ട്, വഫീ ലഫ്ളിൻ ഫഖ്ദുറു ലഹു 30 എന്ന് തന്നെ വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ 30 കണക്കാക്കുക എന്നാണ് അർത്ഥം, ചുരുക്കുക എന്ന അർത്ഥം അതിലില്ല. ഫഖ്ദുറു ലഹു 30, ഷഅബാൻ 30. എപ്പോൾ? ഫൈൻ ഗുമ്മ അലൈക്കും, ആകാശത്ത് നോക്കി ഒന്നും കാണുന്നില്ല എങ്കിൽ ഫഖ്ദുറു ലഹു 30 ഐ ഷഅബാൻ, ഷഅബാൻ മാസം അത് 30 കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതിൽ ഫഅക്മിലു ഇദ്ദത ഷഅബാന 30, നിങ്ങൾ ഷഅബാൻ മാസം 30 തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഷഅബാൻ മാസത്തിൻ്റെ മാസപ്പിറവി തന്നെ ശരിക്കും നോക്കിയിരുന്നു എന്നാണ്. മറ്റു മാസങ്ങളിലൊന്നും അങ്ങനെ മാസപ്പിറവി വളരെ കൃത്യമായി നോക്കാറില്ല. എന്നാൽ ഷഅബാൻ മാസം പ്രവേശിക്കുന്നത് തന്നെ കൃത്യമായി നോക്കിയിരുന്നു. അപ്പോഴാണ് ഷഅബാൻ 29 എന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം 29 നമ്മൾ നോക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫ്ഫളു മിൻ ഷഅബാൻ മാ ലാ യതഹഫ്ഫളു മിൻ ഗൈരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസം വളരെ കൃത്യമായി നോക്കാറുണ്ട്. മാ ലാ യതഹഫ്ഫളു മിൻ ഗൈരി, മറ്റു മാസത്തിൽ നോക്കാറില്ല, മറ്റു മാസത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല. സുമ്മ യസൂമു ബിറുഅയത്തി റമളാൻ, പിന്നീട് റമളാനിൻ്റെ മാസപ്പിറവി അനുസരിച്ചിട്ട് അവിടുന്ന് നോമ്പെടുക്കും. ഫൈൻ ഗുമ്മ അലൈഹി, അവിടേക്ക് മാസം കാണാതെ മറയിടപ്പെട്ടാൽ അദ്ദ 30 യൗമ സുമ്മ സാം, 30 ദിവസം പൂർത്തിയാക്കിയിട്ട് ഷഅബാൻ പിന്നീട് നോമ്പെടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, വയുസാമു ബിറുഅയത്തി അദ്ലിൻ ലിഹലാലി, വയുസാമു ബിറുഅയത്തി അദ്ലിൻ ലിഹിലാലി, ആരുടെ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത്? ബിറുഅയത്തി അദ്ൽ, ഒരു അദിലായ നീതിമാനായ
ഒരാളുടെ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത്. ഹിലാല് നീതിമാനായ ഒരാൾ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, മുസ്ലിമായ ഒരാൾ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ കാഴ്ചയാണ് പരിഗണിക്കുക. അഥവാ റമദാൻ മാസത്തിലുള്ള കാഴ്ചക്ക് യുസാമു ബിറുഅത്തി അദ്ൽ, ഒരാളുടെ കാഴ്ച മതി എന്നാണ്. ഒരാൾ മാസപ്പിറവി കണ്ടാൽ തന്നെ അത് മതി. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആണോ പെണ്ണോ, ഇവിടെ സാധാരണ ഷാഹിദാകാൻ സാധാരണ ഒരു സാക്ഷിക്ക് ഒരാണിന് 2 പെണ്ണ് വേണമെന്നാണ്. ഒരു 2 ആണാണ് സാക്ഷിക്ക് എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് 2 ആളെയാണ് വേണ്ടത്. ഒരാണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ 2 വേണം. പക്ഷേ ഇവിടെ കാഴ്ച ആണിൻ്റെ കാഴ്ചയും പെണ്ണിൻ്റെ കാഴ്ചയും കണ്ണ് തന്നെയാണ്, പെണ്ണന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആണ് കണ്ടാലും മതി, ഒരു പെണ്ണ് കണ്ടാലും മതി. നമ്മൾ എന്ത് ചെയ്യും? നീതിമാനാണ്, സത്യം പറയുന്നവനാണ്, അങ്ങനെ കള്ളവുമായി നടക്കുന്ന ആളൊന്നുമല്ല, അങ്ങനെയൊന്നും അറിയപ്പെട്ടിട്ടില്ല, നല്ലൊരു മുസ്ലിമായിട്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, നിസ്കാരം നോമ്പൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ അയാൾ പറയുന്ന ആ കാഴ്ച എന്ത് ചെയ്യും? അത് ഖാദി സ്വീകരിക്കും. അയാൾ പറയുന്ന കാഴ്ച അത് സ്വീകരിക്കും. വയുസാമു ബിറുഅത്തി അദ്ൽ, ഒരാൾ മതി എന്നുള്ളതാണ്. ഇത് റമദാനിൻ്റെ പ്രത്യേകതയാണ്. റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു സാക്ഷി മതി എന്ന് പറയുന്നത് അത് റമദാനിൻ്റെ പ്രത്യേകതയാണ്, എക്സെപ്ഷനാണ്. എന്നാൽ സാധാരണ അങ്ങനെ അല്ല. അതാണ് അദ്ദേഹം ശേഷം പറയുന്നത്, വലാ യുഖ്ബലു ഫീ ബഖിയത്തി ശുഹൂരി ഇല്ലാ അദ്ലാൻ. എന്നാൽ ബാക്കിയുള്ള മാസത്തിൽ നമുക്ക് എന്ത് വേണം? 2 നീതിമാന്മാരായ ആളുകൾ വേണം. അഥവാ നമ്മൾ കാര്യമായി നോക്കുക, ശേഷം വരുന്ന ശവ്വാൽ മാസത്തിലാണ്. അപ്പോൾ പെരുന്നാളിന് മാസം കാണണമെങ്കിൽ എത്ര ആൾ വേണം? മിനിമം 2 ആൾ വേണം. റമദാൻ്റെ 29-ന് മേൽപോട്ട് നോക്കി 2 ആളുകൾ കണ്ടാലേ അത് ഖാദി സ്വീകരിക്കുകയുള്ളൂ. 2 ആളുകൾ കാണണം. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് റമദാനിന് ഒരാൾ മതി എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, തറാ അന്നാസുൽ ഹിലാൽ, ജനങ്ങളെല്ലാം ഹിലാൽ കാണുന്നതിന് വേണ്ടി നോക്കി നിൽക്കുന്നു. ഫഅഖ്ബർതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി റഅയ്തു, ഞാനാണ് കണ്ടത്, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഫസാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നോമ്പനുഷ്ഠിച്ചത്. വഅമറ അന്നാസ ബിസിയാമി, ജനങ്ങളോടെല്ലാം എൻ്റെ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ മറ്റു മാസങ്ങളിൽ അങ്ങനെയല്ല. എന്തുകൊണ്ട്? കാരണം ഹദീസിലുണ്ട്, ഫഇൻ ഷഹിദ ഷാഹിദാനി ഫസൂമു വഅഫ്തിറു, 2 സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ നോമ്പ് ഒഴിവാക്കി പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് മാത്രം കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അപ്പോൾ റമദാനിലും അങ്ങനത്തെ അല്ലേ? കാരണം ഫൈൻ ഷഹിദ ഷാഹിദാനി, 2 ആൾ സാക്ഷ്യം വഹിച്ചാലാണ് ഫസൂമു നോമ്പെടുക്കാൻ പറഞ്ഞത്, ഫഅഫ്തിറു പെരുന്നാൾ ആഘോഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുന്നു ഈ ഹദീസിന് അങ്ങനെ ഒരു മഫ്ഹൂമുണ്ട്. ശരിയാണ്, ഒരാളായാൽ മതിയാവുകയില്ല എന്നുള്ളത് ഉണ്ട്. അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ മഫ്ഹൂം എന്താണ്, അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഒരാളായാൽ പറ്റുകയില്ല എന്ന് തന്നെയാണ്. പക്ഷേ ആ ഒരാളായാൽ പറ്റുകയില്ല എന്നതിന് തെളിവായിട്ട്, തെളിവായിട്ട് ദീനിൽ തന്നെ വന്ന കാര്യമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ്. അതിനെ മൻതൂഖ് എന്ന് പറയും, നേർക്ക് നേരെ ഒരാൾ മതി എന്നുള്ള തെളിവ് വന്നു. അപ്പം അങ്ങനെ മഫ്ഹൂമിനെതിരായി ഒരു മൻതൂഖ് വന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയും ആ മൻതൂഖിനെയാണ് മുൻതൂക്കം നൽകുക. അങ്ങനെ റമദാൻ മാസത്തിൽ ഒരാൾ മതി എന്നാകും. എന്നാൽ ബാക്കിയുള്ള മാസത്തിന് ഒരാൾ മതി എന്നുള്ളതിന് തെളിവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ തെളിവ് തന്നെയാണ് അതിന് ബാധകം. ബാക്കിയുള്ള ശവ്വാൽ മാസത്തിനും മറ്റുമൊക്കെ 2 ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, വയജിബു തബീതു നിയ്യതി ലിസിയാമിൽ ഫർള്, നിർബന്ധമാണ് തബീതു നിയ്യ, നിയ്യത്ത് രാത്രി തന്നെ കരുതൽ, ലിസിയാമിൽ ഫർള്, ഫർള് നോമ്പിന് നിയ്യത്ത് രാത്രി തന്നെ കരുതുക എന്നുള്ളത് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ലിസിയാമിൽ ഫർള് എന്ന് പറഞ്ഞത്, ലിസിയാമി റമദാൻ എന്ന് പറയാതെ? കാരണം റമദാനിന് പുറമേയും ഫർള് നോമ്പുണ്ടാകും. റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ എടുക്കുന്ന നോമ്പാണ്. ഒരാൾക്ക് റമദാൻ മാസത്തിലുള്ള നോമ്പ് നഷ്ടപ്പെട്ടാൽ അയാൾ മറ്റു ദിവസം എടുത്താൽ അത് ഫർള് നോമ്പാണ്, ഫർള് നോമ്പ് തന്നെയാണ്. അതുകൊണ്ട് ആ നോമ്പിനും ബാധകമാണ്. അതുപോലെ ആരെങ്കിലും സുന്നത്തായ നോമ്പ് എടുക്കേണ്ട ഒരു ദിവസം അത് ഞാൻ നിയ്യത്താക്കിയിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നെദർ ചെയ്താൽ ആ നോമ്പ് എടുക്കൽ നിർബന്ധമാകും. നെദർ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. നെദർ അത് ഒന്നുകിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് മുസ്തഹബായ കാര്യമല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ നേർച്ചയാക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുന്നത്ത് ആയ കാര്യങ്ങൾ സ്വയം നിർബന്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമല്ല. ശരി, ഏത് ഫർള് നോമ്പാകട്ടെ എന്താണ് നിർബന്ധം? തബീതു നിയ്യ, രാത്രി തന്നെ ഒരാൾ
നീയത്ത് കരുതിയിരിക്കണം. അഥവാ ഫജർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാളെ നോമ്പെടുക്കും എന്നൊരാൾക്ക് കരുതിയിരിക്കണം, മനസ്സിൽ കരുതിയിരിക്കണം. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുബയ്യിത്തി സിയാമ മിനൽ ലൈൽ ഫലാ സിയാമ ലഹ്. ആരെങ്കിലും രാത്രി തന്നെ നോമ്പിന് കരുതിയിട്ടില്ല എങ്കിൽ ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് ചോദിക്കാം, അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? രാത്രി നാളെ നോമ്പെടുക്കും എന്ന് കരുതേണ്ടതുണ്ടോ? ഓരോ ദിവസവും കരുതേണ്ടതുണ്ടോ? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഓരോ ദിവസവും കരുതേണ്ടതുണ്ട്. അഥവാ സുബഹിക്ക് മുമ്പ് തന്നെ ഞാൻ നാളെ നോമ്പെടുക്കും എന്ന് കരുതേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് അയാളുടെ കരുതൽ. ഒരാൾ അത്താഴത്തിന് എഴുന്നേറ്റ് അത് തന്നെയാണ് നീയത്ത്. കാരണം എന്തിനാണ് നീയത്ത്? അയാൾ അത്താഴത്തിന് എഴുന്നേറ്റ് നോമ്പെടുക്കാൻ, അത് തന്നെയാണ് നീയത്ത്. അല്ല അതിനപ്പുറത്തേക്ക് നമ്മളൊരു മിനിറ്റ് മൗനം പാലിച്ച് അങ്ങനെ ചിന്തയിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഒരാൾ നാളെ നോമ്പെടുക്കണമെന്ന് ഇന്ന് രാത്രി ഒരാളുടെ മനസ്സിലുണ്ട്, നാളെ നോമ്പാണ്, അത് തന്നെ മതിയായതാണ്. ഇതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് റമദാനിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ മതിയാകുന്നതാണ്. ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഞാൻ ഈ മാസം നോമ്പെടുക്കാൻ നീയത്താക്കിയിട്ടുണ്ട് എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതിയായതാണ്. ഓരോ ദിവസവും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിലും അത് മതിയായതാണ്. എന്നാൽ അതിനിടയിൽ എപ്പോഴെങ്കിലും അയാളുടെ നോമ്പ് മുറിക്കേണ്ട ഒരവസ്ഥ വന്നാലൊഴികെ, അഥവാ ഇപ്പോൾ ആദ്യത്തെ തന്നെ ഒരു നോമ്പ് ഈ മാസം മുഴുവൻ നോൽക്കുമെന്ന് തീരുമാനിച്ച ഒരു സ്ത്രീ, അവൾക്കൊരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഹൈലുണ്ടായി, അപ്പോൾ 6-7 ദിവസമൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ആ 6 അല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷം ബാക്കി നോമ്പ് എടുക്കുമെന്നുള്ളൊരു നിയത്ത് കൂടി അവൾക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് ആ നോമ്പ് അതിനിടയിലുള്ളൊരു മുറിയുക എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരാൾക്കൊരു യാത്ര ഉണ്ടായി അല്ലെങ്കിൽ രോഗം ഉണ്ടായി, അങ്ങനെ നോമ്പ് ഒഴിവായി പോയാൽ പിന്നെ അവൻ നോമ്പെടുക്കുമ്പോൾ ബാക്കി മുഴുവൻ എടുക്കുമെന്നുള്ള ഒരു നിയത്ത് ഉണ്ടായാൽ മതി. എന്ത് തന്നെയായാലും രാത്രിയിൽ നമ്മൾ കരുതുക എന്ന് തന്നെ അതിനുള്ളൂ. അത് പ്രയാസകരമായ ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, ആരെങ്കിലും അങ്ങനെ കരുതാതെ അങ്ങനെ നോമ്പെടുക്കാൻ അങ്ങനെ വല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉദാഹരണമുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഇന്ന് ഷാബാൻ 29 എന്ന് അയാൾക്ക് അറിയില്ല. ഷാബാൻ 29 ഒരു വ്യക്തിക്ക് അറിയില്ല. അയാൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി, ഏഷ കഴിഞ്ഞ ഇപ്പം തന്നെ ഉറങ്ങി. അന്ന് മാസം കണ്ടത് അറിയാൻ കുറച്ച് വൈകി, ഒരു 9-10 മണിയൊക്കെ. നമുക്ക് ഒരുപാട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. 9 മണിക്കൊക്കെയാണ് നമുക്ക് വിവരം കിട്ടിയത് മാസം കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ നേരത്തെ ഉറങ്ങി. ഇയാൾ ഫജറിന് ശേഷമാണ് എഴുന്നേൽക്കുന്നത്, ഫജർ ബാങ്ക് കൊടുത്തിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഫജർ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ എത്തിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, രാത്രിയാണല്ലോ, ലേറ്റായിട്ടാണല്ലോ മാസം കണ്ടത് നോമ്പ്. അപ്പോൾ അയാൾ അതുവരെയും നോമ്പ് മുറിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫർള് നോമ്പ് അപ്പോൾ അയാൾക്ക് പിന്നെ എടുക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അയാൾക്ക് എന്ത് ചെയ്യണം? ഫജറിന് മുമ്പ് തന്നെ നാളെ നോമ്പെടുക്കണം എന്നുള്ള ചിന്ത വേണം. കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ല. ഇനി അയാൾ പണ്ഡിതന്മാർ പറയണം നാളെ നോമ്പാണെങ്കിൽ എനിക്ക് നോമ്പ് എന്ന് നിയത്തിലാണ് അയാൾ ഉറങ്ങിയിട്ടുള്ളത് എങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അയാൾ അങ്ങനെ ഒരു നോമ്പാകുമെന്നൊരു ചിന്തയെ ഇയാൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഷാബാൻ 29 പോലും ഈ സാധുവിന് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അത് സംഭവിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് സഹോദരങ്ങളെ സംഭവിക്കും. അതുപോലെ ചില ആളുകൾക്ക് മാസം വിവരം അറിഞ്ഞിട്ടില്ല, പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് പറയുന്നത് മാസം കണ്ടിട്ടുണ്ട്, എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നോമ്പെടുത്തിട്ട് അയാൾക്ക് ആ കേട്ടറിഞ്ഞത് മുതൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ സാധിക്കില്ല. അത് വേറൊരു ദിവസം നോമ്പ് നോറ്റ് വിട്ടേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കാര്യം അതിലുണ്ട്. ഇത് ഫർളിൻ്റെ കാര്യത്തിലാണ്. ഫർളിന് അഥവാ സുബഹിക്ക് മുമ്പ് തന്നെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പെടുക്കണമെന്നുള്ള കരുതൽ ഒരാൾക്ക് വേണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് കരുതലിനെ കുറിച്ച് മാത്രമാണ്. പറയുന്നതിനെ കുറിച്ച് ചർച്ചയെ ഫിഖ്ഹിന്റെ കിതാബിൽ നമ്മൾ കാര്യമായി പറയുന്നില്ല. കാരണം പറയുക എന്ന് പറയുന്നത് എവിടെയും സഹോദരങ്ങളെ തെളിവുള്ള കാര്യമേ അല്ല. നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് ചൊല്ലി പറയുക പല മസ്ജിദുകളിൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ തറാവീഹിന് ശേഷമോ അല്ലെ ഇശാക്ക് ശേഷമൊക്കെ ചൊല്ലി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് 9ഓളം റമദാൻ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ 9ഓളം റമദാനിൽ ഒരു നോമ്പിന് പോലും അവിടുന്ന് അങ്ങനെ ഓർമ്മിപ്പിച്ചത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീയത്ത് ചൊല്ലി പറയുക എന്നുള്ളത് ബിദ്അത്തായ പുത്തനാചാരമായ കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ദീനിലില്ല. അങ്ങനെ ഒരു കാര്യം ഖൈറായിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു, സഹാബികൾ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞത് നീയത്ത് കരുതുന്നതിനെ കുറിച്ചിട്ടാണ്. ചൊല്ലിപ്പറയൽ എന്നൊരുപാധികം സഹോദരങ്ങളെ തെറ്റായ കാര്യമാണ്. വഅമ്മ നഫ്ലു, എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നാൽ സുന്നത്ത് നോമ്പ് ഫയജൂസു ബിനിയത്തിൻ മിനൻ നഹാർ, സുന്നത്ത് നോമ്പിന് പകലിലുള്ള നീയത്ത് തന്നെ മതി. അഥവാ ഫജറിന് ശേഷം ഒരാൾക്ക് സുന്നത്ത് നോമ്പിന് നീയത്ത് വെക്കാവുന്നതാണ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരുമായിരുന്നു.
എന്നിട്ട് അവിടെ പ്രഭാത ഭക്ഷണം വല്ലതും വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, സുന്നത്ത് നോമ്പ് അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പേ നോമ്പ് നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചത്. നോമ്പ് എടുത്ത ഒരാൾ എന്ത് ചെയ്യില്ല, ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയില്ല. അപ്പം ഭക്ഷണം ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പ്. ഇപ്പൊ ശഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പ് എടുക്കുന്നു, തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പ് എടുക്കുന്നു. ഒരാൾ രാത്രി ചിന്തിച്ചിട്ടൊന്നുമില്ല, മസ്ജിദിൽ എത്തിയപ്പോൾ അയാൾക്ക് തോന്നി സുന്നത്ത് നോമ്പ് എടുത്താലോ, സുബൈക്ക് എത്തിയപ്പോൾ തോന്നി, അയാൾക്ക് അപ്പോൾ എടുക്കാവുന്നതാണ്, അയാൾക്ക് എടുക്കാവുന്നതാണ്. അതിന് ഫജറിന് മുമ്പേ തന്നെ ചിന്തിക്കണം എന്നില്ല. അതിന് 7 മണിക്കോ 8 മണിക്കോ ഒക്കെ ഒരാൾ ചിന്തിക്കുകയാണ്, അയാൾക്ക് നോമ്പെടുത്താലോ, നോമ്പെടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ എപ്പോഴാണോ നിയത്ത് വെക്കുന്ന അത്രയും നേരം, ഫജർ മുതൽ അത്രയും നേരം നോമ്പ് മുറിയുന്ന ഒരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. ഫജറിന് ചായ കുടിച്ചതിന് ശേഷം പിന്നെ മസ്ജിദിൽ വന്ന് 7 മണിക്ക് ഞാനിന് നോമ്പെടുത്താലോ, അങ്ങനെയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നോമ്പ് മുറിയുന്ന ഒരു കാര്യം അതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ഉണ്ട്. കാരണം നോമ്പിന്റെ നിബന്ധന നമ്മൾ ആദ്യമേ പറഞ്ഞു. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇംസാക് അനിൽ മുഫ്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. ആ നിബന്ധനയ്ക്ക് എവിടെയും മാറ്റമില്ല. പക്ഷേ സുന്നത്ത് നോമ്പിന് എന്ത് മതി? തുലൂഇൽ ഫജ്റിന് ശേഷമാണെങ്കിലും അയാൾക്ക് നിയത്താക്കാവുന്ന. അത് ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ശറഇലുള്ള എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് രാവിലെ തോന്നുകയാണ്, കുറച്ച് ആൾക്കാർ കൂട്ടുകാരൊക്കെ നോമ്പെടുത്താണ്, ഞാനൊന്ന് നോമ്പെടുത്തേക്കാം എന്നൊരാൾ തോന്നുകയാണെങ്കിൽ അയാൾക്ക് അപ്പം വെച്ച് നോമ്പെടുക്കാം. അല്ല അവരെ കാണിക്കാനല്ല, മറിച്ചൊരു ആളുകൾ ഹൈറായിട്ട് കുറേ ആളുകൾ നന്മ ചെയ്യുമ്പോൾ നമുക്കും തോന്നി ചെയ്തേക്കാം. അത്താഴം കഴിച്ചിട്ടൊന്നുമില്ല, സുബൈൻ്റെ സമയത്ത് ചിന്തിച്ചിട്ടുമില്ല, പക്ഷേ ഒരു 7 മണി 8 മണി ആവുന്നത് വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും ഒരാൾക്ക് അപ്പോൾ എന്താക്കാം, അപ്പോൾ നിയത്താക്കാം. പിന്നെ അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വേറൊരു കാര്യം, അയാൾക്ക് ഫജർ മുതലേ നോമ്പെടുക്കുന്ന ഒരാളിൽ നിന്നും പ്രതിഫലം അല്പം കുറയും. കാരണം ഇയാളുടെ നോമ്പ് സ്റ്റാർട്ടാകുന്നത് ഇപ്പോഴാണ്, അയാളുടെ പ്രതിഫലം കുറച്ച് കുറയും. പക്ഷെ എന്നാലും അത് ഹൈറായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് വൽ മരീദുല്ലദീ യതദററു ബിസ്സൗമി വൽ മുസാഫിരി ലഹുമാ അൽ ഫിത്റു വസ്സിയാം. നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പിന്നീടുള്ള ചർച്ച. ഒന്നാമത് പറഞ്ഞത് വൽ മരീദ്, രോഗി എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നത് അല്ലദീ യതദററു ബിസ്സൗം, നോമ്പ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന രോഗി എന്നാണ് പറഞ്ഞത്. വൽ മുസാഫിർ, അതുപോലെ യാത്രക്കാരൻ, ലഹുമാ, ആ 2 കൂട്ടർക്കുമുണ്ട് അൽ ഫിത്ർ, നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദം, വസ്സിയാം, അതുപോലെ ആ നോമ്പ് പിന്നീട് അയാൾ എന്ത് ചെയ്യണം, ഈ 2 കൂട്ടരും നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ട്. ഇപ്പം മരീദിനെ കുറിച്ച് പറയുമ്പോൾ, രോഗിയെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ രോഗി 3 കാറ്റഗറി ഉണ്ട് എന്ന് പറയും. 3 വിഭാഗം രോഗികളുണ്ട്. ഒന്നാമത്തെ വിഭാഗം അൽ മരീദു മർദൻ യസീറൻ, വളരെ ലൈറ്റായിട്ടുള്ള ചില രോഗങ്ങളുണ്ട് അല്ലേ. അങ്ങനെയുള്ള രോഗങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാർ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ ജലദോഷം, മൂക്കൊലിപ്പ്, ചെറിയ തലവേദന, കാലിന് മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ എല്ലാവർക്കും ചെറുതോ വലുതോ ആയ രീതിയിൽ പല മനുഷ്യർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ രോഗിയാണ്, ആ നിലക്ക് രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമില്ല. നിർബന്ധമായി നോമ്പെടുക്കണം. ചെറിയൊരു തലവേദന ഉണ്ട്, അപ്പോൾ ഞാൻ നോമ്പെടുക്കുന്നില്ല, അങ്ങനെ പറയരുത്. അല്ല ചെറിയൊരു മൂക്കൊലിപ്പുണ്ട്, നോമ്പെടുക്കുന്നില്ല എന്ന് പറയരുത്. അല്ല കാലിനൊരു മുറിവുണ്ട്, ഞാൻ നാളെ നോമ്പെടുക്കുന്നില്ല, പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല, അതിന് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഒന്നാമത്താണ്. രണ്ടാമത്തത് മരീദുൻ മർദൻ ശദീദനോ മുതവസ്സിതൻ, കടുത്ത രോഗം അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലുള്ള രോഗമാണ്, പക്ഷേ വയഗ്ലിബു അല ദന്നി തദററഹു ബിസ്സൗം, അവന് മിക്കവാറും ആ നോമ്പ് കൊണ്ട് അവന് കാര്യമായി ബാധിക്കും, ഈ രോഗം നോമ്പിനെ കാര്യമായി ബാധിക്കുമെന്ന്, വളരെ കാര്യമായി ബാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, ആ നോമ്പ് കൊണ്ട് ചിലപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗം തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്, അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. ഇത്തരം രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കൽ ഹറാമാണ്. അത്തരം രോഗികൾ നോമ്പെടുക്കാൻ പാടില്ല, ദീനിൽ നിഷിദ്ധമാണ്. ഒരാളുടെ കടുത്ത ഡയാലിസിസ് പേഷ്യൻ്റാണ്, ഡോക്ടർ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് അങ്ങനെ വളരെ കൃത്യമായി നോമ്പ് എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ കിഡ്നി ചിലപ്പോൾ ഫെയിലായി പോകും, ഒരു കിഡ്നി ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെയുള്ള രോഗിയാണ്, കാര്യമായ രോഗം. അപ്പോൾ ഇയാൾ ഇല്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, നോമ്പിന് മരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിഷിദ്ധാണ്, ദീനത് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ മരിച്ചാലും ശരി, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നാലും ശരി, ഞാൻ നോമ്പെടുക്കും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ആ ആഗ്രഹം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ദററ വലാ ദിറാർ, നീ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഹദീസിൽ വന്ന കാര്യമാണ്.
അതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴാണ് ഈ പറയുന്നത് ഹറാമാകുന്നുള്ളത്? സ്വന്തത്തിന് അങ്ങേയറ്റ ഉപദ്രവം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാകുന്ന സാഹചര്യം. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട്. ഇവിടെയും ഒരു മീഡിയം അല്ലെങ്കിൽ വലിയൊരു രോഗം തന്നെയാണ്. പക്ഷേ രണ്ടാമത്തതിൽ പറഞ്ഞതുപോലെ അത്ര വലിയ ഒരു ഒരു ഉപദ്രവം ഉണ്ടാകുമെന്ന് ഇല്ല. ഒരു മശക്കത്തുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെയുള്ള ഒരു ദററിലേക്ക്, ഒരു ഉപദ്രവത്തിലേക്ക് എത്തുന്നില്ല, പ്രയാസമുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ ഏറ്റവും അഫ്ദൽ നോമ്പ് ഒഴിവാക്കലാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് കടുത്ത പനിയുണ്ട്. കടുത്ത പനി നോമ്പെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ മരിച്ചു പോകുന്നില്ല, പക്ഷെ നല്ല പ്രയാസം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഗുളികയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഒരു ആശ്വാസം ഉണ്ടാവുക. അതിന് നോമ്പെടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവൻ കുഴപ്പമില്ല എന്ന് വെച്ച് നോമ്പെടുക്കുകയാണെങ്കിൽ ഹറാം എന്ന് പറയുന്നില്ല. പക്ഷേ അഫ്ദൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റുഖ്സ, ഇളവ് സ്വീകരിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ രോഗി എന്ന് പറയുമ്പോൾ ഈ മൂന്നാലൊരു കാറ്റഗറിയിലാണ് എപ്പോഴും വരിക. അതിൻ്റെ ഹുക്കും അങ്ങനെയാണ്. പിന്നീട് പറഞ്ഞത് യാത്രക്കാരനാണ്. യാത്രക്കാരൻ എന്ന് പറയുമ്പോൾ ഉടനെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് യാത്രക്കാരൻ എന്നുള്ളതാണ്. പണ്ഡിതന്മാർ വളരെ ചുരുങ്ങിയ രൂപത്തിൽ എളുപ്പത്തിൽ പറഞ്ഞ രണ്ട് കാര്യം ചിന്തിച്ചാൽ മതി. കാരണം ഈ മസ്അല നോമ്പിന് മാത്രമല്ല നിസ്കാരം ഖസ്റാക്കുന്ന സമയത്തും നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന കാര്യമാണ്. യാത്രക്കാരൻ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്, ആ നാട്ടിലെ ആളുകൾ അതൊരു യാത്രയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഉറുഫ്, ആ നാട്ടിൻ്റെ നടപ്പനുസരിച്ച് അത് യാത്രയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് യാത്രയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് 85 കിലോമീറ്റർ വൺ വേ ആക്ക് പോകാനുണ്ട് എങ്കിൽ അത് യാത്രയാണ്. ഈ 85 കിലോമീറ്റർ എവിടെ നിന്ന് വന്നു? അത് പിൽക്കാലത്ത് ആരും എഴുതി ഉണ്ടാക്കിയതല്ല. അത് സ്വഹാബികളിൽ നിന്ന് തന്നെ ആ അസറുകൾ കാണാൻ സാധിക്കും. അന്നത്തെ കണക്കുകൾ അത് ഇന്നത്തെ കിലോമീറ്ററുകളിലേക്ക് ആക്കിയിട്ടാണ് പണ്ഡിതന്മാർ അത് 85 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടാളൊരു അഭിപ്രായം സ്വീകരിക്കാം. ഒരു നാട്ടിൽ ഉറുഫിൽ യാത്ര എന്ന് പറഞ്ഞാൽ അത് പിന്നെ 70 ആയാലും കുഴപ്പമില്ല, 65 ആയാലും കുഴപ്പമില്ല. നാട്ടിൽ അതൊരു യാത്രയാണ്. ചിലപ്പോൾ വലിയ ചുരമൊക്കെ കടന്നിട്ട് അപ്പുറത്തുന്ന വലിയൊരു യാത്രയായിരിക്കും. ചിലപ്പോൾ ഈ 80-നേക്കാളും 100-നേക്കാളും പ്രയാസം അതിനുണ്ടാവും. അപ്പോൾ നാട്ടിൽ അത് യാത്ര എന്ന് പറയുന്നതാണ് എങ്കിൽ അത് യാത്ര തന്നെയാണ്. എന്നാൽ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു 85 ആയ പിന്നെ നാട്ടുകാരുടെ ഒന്നും ചോദിക്കണ്ട, 85 ആയ പിന്നെ യാത്ര തന്നെ. 85 കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ അത് യാത്ര തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ആളുകൾക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ള ഒരു കാര്യം, ഈ 85 കിലോമീറ്റർ കടന്നാലേ യാത്രയുടെ അളവുകൾ കിട്ടുമെന്നല്ല. അഥവാ കസറാക്കണമെങ്കിൽ 85 കിലോമീറ്റർ കഴിഞ്ഞ് കോഴിക്കോട് എത്തണ്ട. ഒരാൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് പുറപ്പെടുകയാണ്, തലശ്ശേരി എത്തിയപ്പോൾ അസർ വാങ്ങി കൊടുത്തു, അയാൾക്ക് അസർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ളുഹറിന് മുമ്പേ പുറപ്പെട്ട ഒരാളാണ്, എറണാകുളത്തേക്കാണ്, അല്ലെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള അല്ലെങ്കിൽ 85-ന്റെ അപ്പുറത്തുള്ള എവിടേക്കെങ്കിലും ഒരാൾ തലശ്ശേരി എത്തുമ്പോഴേക്കും ളുഹർ കൊടുത്തു, അയാൾക്ക് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് പറഞ്ഞത്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതേപോലെ തന്നെ നോമ്പുകാരനും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് നോമ്പ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? 85 കിലോമീറ്റർ അയാൾ യാത്ര ചെയ്യാനുണ്ട്. അയാൾക്ക് അയാളുടെ മഹല്ല് വിട്ടാൽ തന്നെ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. നോമ്പ് ഒഴിവാക്കാവുന്ന, അല്ലാതെ കോഴിക്കോട് എത്തിയിട്ട് മാത്രമേ നോമ്പ് തുറക്കാൻ പാടുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതാണ് സഹോദരങ്ങളെ യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ അഫ്ളലും മറ്റുമൊക്കെ പറയുകയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, യാത്ര അത് വളരെയധികം മശക്കത്തുള്ള പ്രയാസമുള്ള യാത്രയാണ് എന്ന് വിചാരിക്കുക. വളരെ ബുദ്ധിമുട്ടും ദാഹിച്ചു വലഞ്ഞെത്തുന്ന ബുദ്ധിമുട്ടുള്ള യാത്രയാണ് എങ്കിൽ അവൻ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, അവരിൽ ചിലർ യാത്രയിൽ നോമ്പ് അനുഷ്ഠിച്ചു, ഭയങ്കര വെയിലത്ത് കുറേ ആളുകൾ ഇങ്ങനെ തണലിട്ട് കൊടുക്കുകയാണ്, കാരണം ഇയാൾക്ക് വെയിൽ പോലും കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ട ഒരാൾ നോമ്പെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ. യാത്രയിൽ നോമ്പെടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമല്ല. ചില ആളുകൾ ചോദിക്കും, ഞാൻ കുറേ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് യാത്രയിൽ നോമ്പെടുത്താൽ കൂടുതൽ കൂലി കിട്ടും. അത് ലൈസ മിനൽ ബിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അത് പുണ്യമുള്ള കാര്യമല്ല. അങ്ങനെ പ്രയാസം സഹിച്ച് നോമ്പെടുക്കണം. നിനക്ക് യാത്ര ഉണ്ടോ? ശറഈയ ഒരു യാത്രയാണ്, അതല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഒരു യാത്രയാണ്. ഹറാമിന് വേണ്ടി യാത്ര ചെയ്യരുത്, ഹറാമിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. മറിച്ച് അനുവദിക്കപ്പെട്ട ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ ശറഈയ യാത്രകൾ, അങ്ങനെയുള്ള യാത്രകൾ കിട്ടിയാൽ അവിടെ നമുക്ക് പ്രയാസമുണ്ട് എങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് ഏറ്റവും അഫ്ളൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര വലിയ പ്രയാസമൊന്നുമില്ല, അയാൾക്ക് നോമ്പ് ഒഴിവാക്കിയാലും ശരി നോമ്പ് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ശരി, അയാൾക്ക് രണ്ടും ഒരുപോലെയാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അയാൾക്ക് നോമ്പ് പിന്നീട് നോറ്റു വീട്ടാൻ പ്രയാസം വിചാരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അഫ്ളൽ അപ്പം തന്നെ നോമ്പെടുക്കലാണ്. പിന്നെ കള ആക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കലൊക്കെ ഒരു പ്രയാസമുള്ള ഒരു മനുഷ്യനായിരിക്കും. ചില ആളുകൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു എളുപ്പമാവുകയില്ല സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് തന്നെ നോമ്പെടുത്ത് പോരലാണ്. എന്നാൽ അയാൾക്ക് പിന്നീട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സുന്നത്ത് നോമ്പൊക്കെ എടുത്ത് ശീലമുള്ള മനുഷ്യനാണ്, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക്
പിന്നീട് മാറ്റിവെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ മാസത്തിന്റെ ഫضل കിട്ടാൻ അയാൾക്ക് രണ്ടും ഒരേപോലെയാണെങ്കിൽ ആ മാസത്തിൽ തന്നെ നോമ്പെടുക്കലാണ് നല്ലത്. ഈ അഭിപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുടെ നോമ്പൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പ് എടുത്തതായിട്ടും യാത്രയിൽ നോമ്പ് ഒഴിവാക്കിയതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമായൊരു പ്രയാസം ഒരാൾക്കില്ലെങ്കിൽ, കാര്യമായ പ്രയാസത്തിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, നോമ്പ് ഒഴിവാക്കലാണ് അഫ്ളൽ. പക്ഷെ കാര്യമായ പ്രയാസമില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരാൾക്ക് നോമ്പ് എടുക്കുകയോ നോമ്പ് എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇടക്ക് നോമ്പ് എടുക്കുകയും ഇടക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാൻ നല്ലത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തി രണ്ടും ആൾക്ക് കിട്ടും. ഉദാഹരണത്തിന് 4 ദിവസത്തെ യാത്ര ഒരാൾക്കുണ്ട്, വേണമെങ്കിൽ ഒരാൾക്ക് 2-3 ദിവസം നോമ്പ് എടുക്കാം, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കാം. അല്ലെങ്കിൽ 2 ദിവസം നോമ്പ് എടുക്കാം, 2 ദിവസം നോമ്പ് ഒഴിവാക്കാം. കാരണം അയാൾക്ക് എല്ലാം ഒരേപോലെയാണ്, അത് രണ്ടും കിട്ടും. യാത്രയിൽ നോമ്പ് ഒഴിവാക്കുക എന്ന് പറയുന്നതും അത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. യാത്രയിൽ നോമ്പ് എടുക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അത് വലിയ പ്രയാസമില്ലെങ്കിലാണ് പറയുന്നത്. പ്രയാസം ഉണ്ടെങ്കിൽ 4 ദിവസം നോമ്പ് ഒഴിവാക്കലാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ ഒരു മസ്അല കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. വൽ ഹായിളു വന്നുഫസ, ഹൈലുള്ള സ്ത്രീകൾ, വന്നുഫസ പ്രസവരക്തമുള്ള സ്ത്രീകൾ, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ, യഹ്റുമു അലൈഹിമാ അസ്സിയാം, അവർ രണ്ടു കൂട്ടർക്കും നോമ്പെടുക്കൽ നിഷിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുത്ത സ്വീകരിക്കൂല, നിഷിദ്ധമാണ്. വഅലൈഹിമ അൽ ഖളാ, ആ രണ്ടു കൂട്ടരും പിന്നീട് ഖളാ വീട്ടിയാൽ മതിയാകുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹൈള് നോമ്പിനെ നിഷിദ്ധമാക്കും, അതേപോലെ നോമ്പിനെ ഫസാദുമാക്കും. അഥവാ ഹൈലുള്ള സ്ത്രീക്ക് നോമ്പ് ആരംഭിക്കൽ നിഷിദ്ധമാണ്, പാടില്ല. ഇനി ഹൈലില്ലാത്ത സ്ത്രീ നോമ്പ് ആരംഭിച്ചു, ആ പകലിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സമയത്ത് അവർക്ക് ഹൈല് സംഭവിച്ചാൽ, അത് വളരെ കുറച്ചാണെങ്കിലും ശരി, പിന്നീടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും വളരെ കുറച്ചാണെങ്കിലും ശരി, അത് മഗ്രിബിന് 5 മിനിറ്റ് മുമ്പ് ആണെങ്കിലും ശരി, അവർക്ക് സംഭവിച്ചാൽ ആ നോമ്പിനെ അത് ഫസാദാക്കും, ആ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹൈലുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് നിഫാസുള്ള സ്ത്രീകൾ. അപ്പം നിഫാസുള്ള സ്ത്രീകൾ അവരെപ്പോഴാണ് നിഫാസ് നിലക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നിഫാസുള്ള സ്ത്രീകൾക്ക് 40 ദിവസം ഫിക്സഡ് ആണ്, 40ന്റെ കുളി, 40 കുളി എന്ന് പറഞ്ഞാൽ 40ന്റെ അന്ന് മാത്രമേ നിഫാസ് കഴിയുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. ചില സ്ത്രീകൾക്ക് 25 ദിവസം മതിയാകും, ചില സ്ത്രീകൾക്ക് 28 ദിവസം മതിയാകും, ചില സ്ത്രീകൾക്ക് 30 ദിവസം മതിയാകും, അതിൽ കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. എപ്പോഴാണോ അത് നിലക്കുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള ഹുക്കും. നിസ്കാരം നിർബന്ധമാവും. നോമ്പ് റമദാനിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അവർക്ക് നിർബന്ധമാകും, അതൊന്നും നിഷിദ്ധമാകുന്നില്ല. ആ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വൽ ഹാമിലു വൽ മുർദി, അതേപോലെ ഗർഭിണികൾ, വൽ മുർദി അതേപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇദാ ഖാഫതാ അവർ രണ്ടുപേരും ഭയപ്പെടുന്നു, അല വലദൈഹിമ അവരുടെ കുട്ടികളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നെങ്കിൽ, അഫ്തറത വ ഖലത അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അത് ഖളാ വീട്ടാം. വ അത്അമത അൻ കുല്ലി യൗമിൻ മിസ്കീന ആ നോമ്പ് ഒഴിവായതിൻ്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസത്തിന് മിസ്കീന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. ഖളാവും അതുപോലെ ഇത്ആമും, നോമ്പ് നോറ്റുവീട്ടലും നോമ്പ് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കലും ഒരുമിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ഗർഭിണികളാകട്ടെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളാകട്ടെ അവർക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരു പ്രയാസം തനിക്കോ കുട്ടിക്കോ ഇല്ല എങ്കിൽ അവർ നോമ്പെടുക്കേണ്ടതാണ്. അത് ഗർഭിണിക്ക് നിരുപാധികം കൊടുത്തൊരു ഇളവല്ല. ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, അവൾക്കും ഇല്ല, അവളുടെ കുട്ടിക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അവൾ നോമ്പെടുക്കേണ്ടവൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മുലയൂട്ടുന്ന സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവൾക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ പ്രയാസമുണ്ട് എന്ന് മനസ്സിലായാൽ നോമ്പെടുക്കാൻ തുനിയരുത്. അത് ഗർഭിണിയാകട്ടെ മുലയൂട്ടുന്ന സ്ത്രീകളാകട്ടെ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇനി അവൾ സ്വന്തത്തിന് മാത്രമേ അവൾക്ക് ഭയപ്പെടുന്നുള്ളൂ, ഈ പറയുന്ന രണ്ട് വിഭാഗവും, കുട്ടിക്ക് പ്രശ്നമില്ല, മുലയൂട്ടുന്ന കുട്ടിക്കും പ്രശ്നമില്ല, ഗർഭസ്ഥ ശിശുവിനും പ്രശ്നമില്ല, സ്വന്തത്തിന് മാത്രമേ പ്രയാസമുള്ളൂ എങ്കിൽ അവൾ ഖളാ ചെയ്താൽ മാത്രമേ, ആ ദിവസം നോമ്പ് ഒഴിവാക്കിയിട്ട് മറ്റൊരു ദിവസം ഖളാ വീട്ടിയാൽ മാത്രം മതി, വേറൊന്നും ഭക്ഷണമൊന്നും കൊടുക്കേണ്ടതില്ല, സ്വന്തത്തിന് പ്രയാസമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ സ്വന്തത്തിന് കുഴപ്പമൊന്നുമില്ല, ഗർഭസ്ഥ ശിശുവിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഒരു സ്ത്രീ ഒഴിവാക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ, മഹാനായ ഇബ്നു അബ്ബാസിന്റെ ഇബ്നു ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അതിന് ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതാ സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കുട്ടിക്ക് വേണ്ടി മാത്രം മുലയൂട്ടുന്ന സ്ത്രീ ഒഴിവാക്കിയതാണ്, സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പറ്റണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗർഭിണി ഒഴിവാക്കിയതാണ്. എങ്കിൽ ഖളാ വീട്ടുന്നതോടൊപ്പം
അവൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ അര സാ വെച്ചിട്ട് ഭക്ഷണം കൂടി കൊടുക്കേണ്ടതുണ്ട്. അതാണ് കൂടുതൽ സൂക്ഷ്മത എന്നാണ്. ഖളാവോടൊപ്പം ഭക്ഷണം കൂടി കൊടുക്കലാണ് സൂക്ഷ്മത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.